ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. ചാപ്റ്റർ 3 സെറ്റ്സ് ഇൻ ദി കോംപ്ലക്സ് പ്ലെയിൻ. ഇതൊരു കുറച്ച് ഡെഫിനിഷൻസ്, അതായത് ഈ ചാപ്റ്ററിൽ ഡെഫിനിഷൻ മാത്രമേ പറയുള്ളൂ. ഡെഫിനിഷൻസ് അതായത് കുറച്ച് കൺസെപ്റ്റ് എന്താണെന്നുള്ളത്, കോംപ്ലക്സ് പ്ലെയിനിലെ കുറച്ച് കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് പറഞ്ഞത് സർക്കിൾ ഇൻ ദി കോംപ്ലക്സ് പ്ലെയിൻ. അപ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് സർക്കിൾ എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സർക്കിൾ ഇൻ ദി കോംപ്ലക്സ് പ്ലെയിൻ നമുക്ക് നോക്കാം. ജസ്റ്റ് നിങ്ങൾ നോക്കുക, നമുക്ക് രണ്ട് പോയിൻ്റ് തന്നിട്ടുണ്ട്, Z നോട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് പോയിൻ്റ്. Z നോട്ട് രണ്ടും എന്താണ്? കോംപ്ലക്സ് പ്ലെയിൻ. കാരണം നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിനെ കുറിച്ചിട്ടാണോ പഠിക്കുന്നത്, അപ്പോൾ രണ്ടും കോംപ്ലക്സ് നമ്പേഴ്സാണ്. പിന്നെ മോഡുലസ് ഓഫ് Z നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രണ്ട് പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് പറയുക? മോഡുലസ് ഓഫ് Z നോട്ട് പറയാം. ദാറ്റ്സ് ആ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. മോഡുലസ് ഓഫ് Z നോട്ട് ഈക്വൽ ടു റൂട്ട് ഓഫ് x നോട്ട് ഹോൾ സ്ക്വയർ പ്ലസ് y നോട്ട് ഹോൾ സ്ക്വയർ എന്നാണ്. ഓക്കെ, ദെൻ നമ്മൾ സർക്കിൾ ഡിഫൈൻ ചെയ്യുക. ദി പോയിൻറ്റ്സ് Z ഈക്വൽ ടു x പ്ലസ് iy സാറ്റിസ്ഫൈ ദി ഇക്വേഷൻ മോഡുലസ് ഓഫ് Z നോട്ട് ഈക്വൽ ടു റോ മീൻസ് റേഡിയസ്, റോ ഗ്രേറ്റർ ദാൻ 0 ആണ്. ലൈസ് ഓൺ എ സർക്കിൾ ഓഫ് റേഡിയസ് റോ സെൻറ്റേഡ് അറ്റ് ദി പോയിൻറ്റ് Z നോട്ട്. ജസ്റ്റ് നമ്മൾ സാധാരണ ഡെഫിനേഷൻ പറയുന്ന പോലെ തന്നെ, സാധാരണ നമ്മൾ ഡെഫിനേഷൻ എന്താ പറയുക? ഒരു റേഡിയസ് ഉണ്ടാവും, എ എന്ന് പറഞ്ഞ ഒരു റേഡിയസ് R എന്ന് പറഞ്ഞിട്ടുണ്ടാവും, എ എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്ററും ഉണ്ടാവും. എന്നിട്ട് അങ്ങനെയാണെങ്കിൽ ആ സെൻറ്ററും പിന്നെ ആ സർക്കിളിൻ്റെ മേലുള്ള പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഈക്വൽ ടു റോ ആയിരിക്കും. അത്രയാണ് പറഞ്ഞത്. ഞാൻ ജസ്റ്റ് സർക്കിൾ നോക്കുക, Z നോട്ട് Z, ദെൻ ഈക്വൽ അതിൻ്റെ റോ ആണ് റേഡിയസ്. ദെൻ ആ സർക്കിൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻ എന്താ? മോഡുലസ് ഓഫ് Z നോട്ട് ഈക്വൽ ടു റോ. ദെൻ എക്സാമ്പിൾ, മോഡുലസ് ഓഫ് Z ഈക്വൽ ടു 1 ഈസ് ദി ഇക്വേഷൻ ഓഫ് എ യൂണിറ്റ് സർക്കിൾ സെൻറ്റേഡ് അറ്റ് ഒറിജിൻ. അല്ലേ, ഒറിജിൻ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് Z-0 ആണ് വരിക. സോ 0 എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻറ്റർ. ദെൻ 1 എന്ന് പറഞ്ഞാൽ റേഡിയസ്. ഓക്കെ, അതേപോലെ തന്നെ അടുത്ത എക്സാമ്പിൾ, മോഡുലസ് ഓഫ് Z-1 - 2y ഈക്വൽ ടു 5 ഇസ് ദി ഇക്വേഷൻ ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് 5 സെൻറ്റേഡ് അറ്റ് 1 + 2y. നമുക്കറിയാം Z - Z0 ആണ്. ദെൻ Z0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 + 2y ആയിരിക്കും. ഓക്കെ, അത് അത്രയേ ഉള്ളൂ. സർക്കിൾ നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്, ജസ്റ്റ് കോംപ്ലക്സ് പ്ലെയിൻ ആകുമ്പോൾ എന്താണ് വരുന്നതെന്ന് പറഞ്ഞു. ദെൻ അടുത്ത കൺസെപ്റ്റ് എന്താ വെച്ചാൽ ഓപ്പൺ ഡിസ്ക് ഓർ നെയ്ബർഹുഡ് ആൻഡ് ക്ലോസ്ഡ് ഡിസ്ക്. ഓക്കെ, നമ്മളൊരു നിങ്ങളെ പിക്ചറിലേക്ക് നോക്കുക. നമ്മളൊരു രണ്ട് സർക്കിൾ വച്ചിട്ടുണ്ട്. ഒന്നിൽ എന്താ വെച്ചാൽ ഓൺ ദി സർക്കിൾ, അതായത് സർക്കിളിൻ്റെ മേലുള്ള പോയിൻറ്റ്സ് കൺസിഡർ ചെയ്യണില്ല. നിങ്ങൾ നോക്കുക, അതിനാണ് ആ ഡോട്ടഡ് ലൈൻ ഇട്ടിരിക്കുന്നത്. ഒന്നിലെന്താ? സർക്കിളിൻ്റെ മേലുള്ള പോയിൻറ്റ്സ് കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓപ്പൺ ഡിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ടാവും. ഈ എ എന്ന് പറഞ്ഞാൽ സെൻറ്ററിലെ പോയിൻ്റ് അല്ലാതെ ഇഷ്ടം പോലെ പോയിൻറ്റ്സ് ഈ സർക്കിളിൻ്റെ ഉള്ളിലുണ്ടാവും. A1 A2 A3 A4 A5 അല്ലെങ്കിൽ Z0 Z3 അങ്ങനെ കുറേ പോയിൻറ്റ്സ് ഉണ്ടാവും. അതൊക്കെ എന്താണ്? കോംപ്ലക്സ് നമ്പേഴ്സാണ് കേട്ടോ. ഇമാജിനറി റിയൽ ആക്സിസ് ആണ്, സോ കോംപ്ലക്സ് നമ്പേഴ്സാണ്. അങ്ങനെ വരുമ്പോൾ മോഡുലസ് ഓഫ് Z - A ലെസ് ദാൻ R, ദി ഓപ്പൺ ഡിസ്ക് ഓഫ് റേഡിയസ് R എന്ന് പറയും. അങ്ങനെ പറയണമെങ്കിൽ ഈ സർക്കിൾ, അതായത് ഒരു ഓപ്പൺ ഡിസ്ക് എന്ന് പറയണമെങ്കിൽ ഈ സർക്കിളിൻ്റെ ഉള്ളിലുള്ള പോയിൻറ്റ്സ് മാത്രം കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സെറ്റിനെ നമുക്ക് എഴുതാൻ പറ്റണം. ഇനി നമ്മളൊരു സെറ്റ് S എന്ന് പറഞ്ഞിട്ട് എടുക്കുക. ഈ S എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് ഓഫ് ഓൾ പോയിൻറ്റ്സ് വിത്തിൻ ബട്ട് നോട്ട് ഓൺ ദി സർക്കിൾ. അതായത് സർക്കിളിൻ്റെ ഉള്ളിലുള്ള പോയിൻറ്റ്സ് ആയിരിക്കും, പക്ഷെ എന്തുണ്ടാവില്ല? സർക്കിളിൻ്റെ മേലുള്ള പോയിൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരു സെറ്റിനെ നമുക്ക് എഴുതാൻ കഴിഞ്ഞാൽ ആ സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? ഓപ്പൺ ഡിസ്ക് അല്ലെങ്കിൽ നെയ്ബർഹുഡ് ഓഫ് Z0. ഇവിടെ A ആണ്, അതായത് നെയ്ബർഹുഡ് ഓഫ് A എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതായത് സർക്കിളിൻ്റെ മേലുള്ള പോയിൻറ്റ്സ് പാടില്ല, സർക്കിളിൻ്റെ ഉള്ളിലുള്ള പോയിൻറ്റ്സ് മാത്രം, പുറത്തുള്ളതും പാടില്ല, ഉള്ളിലുള്ള പോയിൻറ്റ്സ് മാത്രമായിട്ട് നമുക്ക് എന്ത് എഴുതാൻ കഴിയണം? ഒരു സെറ്റ് എഴുതാൻ കഴിയണം. ആ സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? ഓപ്പൺ ഡിസ്ക് അല്ലെങ്കിൽ നെയ്ബർഹുഡ് ഓഫ് Z0 എന്ന് പറയാം. ഓക്കെ, ദെൻ അതേപോലെ തന്നെ ക്ലോസ്ഡിൻ്റെ കാര്യം. ക്ലോസ്ഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഈ സർക്കിളിൻ്റെ ഉള്ളിലുള്ള പോയിൻറ്റ്സും അതേപോലെ സർക്കിളിൻ്റെ മേലുള്ള പോയിൻറ്റ്സും വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാൻ കഴിയണം? ഒരു സെറ്റിനെ ഡിഫൈൻ ചെയ്യാൻ കഴിയണം. ആ സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? ക്ലോസ്ഡ് ഡിസ്ക് എന്ന് പറയാം. മോഡുലസ് ഓഫ് Z - A ലെസ് ദാൻ ഓർ ഈക്വൽ ടു R, ദി ക്ലോസ്ഡ് ഡിസ്ക് ഓഫ് റേഡിയസ് R എബൌട്ട് A. അപ്പോൾ നോക്കുക, ക്ലോസ്ഡ് ഡിസ്ക് ആകുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഓപ്പൺ ആകുമ്പോൾ ലെസ് ദാൻ വരും. ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ എന്താ? സർക്കിളിൻ്റെ ഉള്ളിലുള്ള പോയിൻറ്റ്സ് മാത്രം ഓൺ, അതായത് സർക്കിളിൻ്റെ മേലുള്ള പോയിൻറ്റ്സ് കൺസിഡർ ചെയ്യില്ല. ഇനി ക്ലോസ്ഡ് ഡിസ്കിൽ സർക്കിളിൻ്റെ ഉള്ളിലുള്ള പോയിൻറ്റും സർക്കിളിൻ്റെ മേലുള്ള പോയിൻറ്റും നമ്മൾ കൺസിഡർ ചെയ്യും. ഇതാണ് നമ്മൾ ഫിഗർ വെച്ചിട്ടുള്ള അതിൻ്റെ കൺസെപ്റ്റ്. നമുക്ക് ജസ്റ്റ് ഡെഫിനിഷൻ നോക്കാം.
ഡെഫിനിഷൻ നോക്കുമ്പോൾ ദി പോയിന്റ് സെറ്റ് സാറ്റിസ്ഫൈങ് ദി ഇൻഇക്വാലിറ്റി മോഡുലസ് ഓഫ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ലെസ് ദാൻ റോ ഗ്രേറ്റർ ദാൻ 0 ലൈ വിത്തിൻ ബട്ട് നോട്ട് ഓൺ എ സർക്കിൾ ഓഫ് റേഡിയസ് റോ സെൻറ്റേഡ് അറ്റ് ദി പോയിന്റ് സെറ്റ് നോട്ട്. നോക്കുക, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മോഡുലസ് ഓഫ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ലെസ് ദാൻ റോ ആണ്. റോ മീൻസ് റേഡിയസ്. വിത്തിൻ ബട്ട് നോട്ട്, അതായത് അതിൻ്റെ ഉള്ളിലുണ്ടാവണം, പക്ഷേ എവിടെ ഉണ്ടാകാൻ പാടില്ല, സർക്കിളിൻ്റെ മേലെ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഒരു സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, നെയ്ബർഹുഡ് ഓഫ് സെറ്റ് നോട്ട് ഓർ ക്ലോസ്ഡ് ഡിസ്ക്, ഓപ്പൺ ഡിസ്ക് എന്ന് പറയാം. സോറി കേട്ടോ. ഇനി ഇതേപോലെ നമ്മൾ ക്ലോസ്ഡിൻ്റെ ഡിഫൈൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാം? മോഡുലസ് ഓഫ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റോ എന്നും, അതേപോലെ വിത്തിൻ ആൻഡ് ഓൺ ദി സർക്കിൾ എന്ന് പറയും. വിത്തിൻ ആൻഡ് ഓൺ ദി സർക്കിൾ, അതായത് നമ്മുടെ ഉള്ളിലുള്ളത് വേണം, ഉള്ളിലുള്ള പോയിൻറ്റ്സും വേണം, അതേപോലെ സർക്കിളിൻ്റെ മേലുള്ള പോയിൻറ്റ്സും കൊണ്ട് നമുക്കൊരു സെറ്റിന് ഉണ്ടാക്കാൻ കഴിയും. ആ സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ക്ലോസ്ഡ് ഡിസ്ക് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ആ കൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, അടുത്ത ഡെഫിനേഷൻ ഓഫ് ആൻ ഇൻറ്റീരിയർ ആൻഡ് ഓപ്പൺ സെറ്റ്. ഇൻറ്റീരിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പോയിൻ്റ് എടുക്കുക, സെഡ് നോട്ട് എന്ന് പറഞ്ഞൊരു പോയിൻ്റ് സർക്കിളിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ എടുക്കുക. അപ്പോൾ നമുക്കറിയാം എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഓപ്പൺ സെറ്റിലാണെങ്കിൽ സർക്കിളിൻ്റെ ഉള്ളിലുള്ള പോയിൻ്റ് വെച്ചിട്ട് എഴുതുന്ന സെറ്റാണ് എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ക്ലോസ്ഡ് ആണെങ്കിൽ സർക്കിളിൻ്റെ ഉള്ളിലുള്ള പോയിൻറ്റും സർക്കിളിൻ്റെ മേലെ ഉള്ള പോയിൻറ്റും വെച്ചിട്ട് എഴുതുന്നതാണ് നമ്മൾ എന്ത് പറയാം, എസ് എന്ന് പറയാം. ദെൻ നമ്മളൊരു പോയിൻ്റ് സെഡ് നോട്ട് എടുക്കുകയാണ്, ഒരു പോയിൻ്റ് സെഡ് നോട്ട് എടുക്കുകയാണ്. ആ പോയിൻ്റ് സെഡ് നോട്ടിനെ എന്തുണ്ടാവണം, നമ്മളൊരു നെയ്ബർഹുഡ് വരയ്ക്കുക. നെയ്ബർ എന്ന് പറഞ്ഞാൽ എന്താ, അടുത്തുള്ളതാണ് മീനിങ്. അപ്പം അതിന് ചുറ്റോറ് നമ്മളൊരു സർക്കിൾ വരച്ചു എന്ന് വിചാരിക്കുക. ആ സർക്കിളിൽ അതായത് ആ സെറ്റ് നോട്ടിൻ്റെ ചുറ്റോറ് നമ്മളിപ്പോൾ ഒരു ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ടെങ്കിൽ അതിന് ചുറ്റോറുള്ള പോയിൻറ്റ്സ് മൊത്തം എന്തുണ്ടായിരിക്കണം, ആ സെറ്റിലുണ്ടായിരിക്കണം. ഓക്കെ, ഒരു സെഡ് നോട്ട് എന്ന് പറഞ്ഞൊരു പോയിൻ്റ് എടുക്കുക, അതിൻ്റെ ചുറ്റിലുള്ള എല്ലാ പോയിൻറ്റ്സും എന്തിലുണ്ടായിരിക്കണം, ആ സെറ്റിലുണ്ടെങ്കിൽ നമ്മൾ ആ സെറ്റ് നോട്ടിന് നമ്മൾ എന്ത് പറയും, ഇൻറ്റീരിയർ പോയിൻ്റ് ഓഫ് എ സെറ്റ് എസ് എന്ന് പറയും. കൺസെപ്റ്റ് മനസ്സിലായോ? നമ്മൾ എസ് എന്ന് പറഞ്ഞ ഒരു സെറ്റ് എഴുതുക, അതായത് സെറ്റ് നോട്ട്, സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3, സെറ്റ് 4, സെറ്റ് 5, സെറ്റ് 6 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് സെറ്റ് എഴുതി, എസ് എന്ന് പറഞ്ഞ സെറ്റ് എഴുതി. ഈ സെറ്റ് നോട്ടിൻ്റെ ചുറ്റോറും കിടക്കുന്ന പോയിൻ്റാണ് എന്ത്, സെറ്റ് നോട്ട്, സെറ്റ് 1, സെറ്റ് നോട്ടിൻ്റെ ചുറ്റോറും കിടക്കുന്ന സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3, സെറ്റ് 4, സെറ്റ് 5, സെറ്റ് 6, സെറ്റ് 7 അങ്ങനെ കുറച്ച് പോയിൻറ്റ്സാണ് അതിൻ്റെ ചുറ്റോറും കിടക്കുന്നത് വിചാരിക്കാം. ഈ ചുറ്റിലും കിടക്കുന്ന പോയിൻറ്റ്സ് മൊത്തം ആ സെറ്റിലുണ്ടെന്ന് വിചാരിക്കാം, എസ് എന്ന് പറഞ്ഞ സെറ്റിലുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ സെറ്റ് നോട്ടിന് എന്ത് പറയും, അതൊരു ഇൻറ്റീരിയർ പോയിൻ്റ് ആണെന്ന് പറയും. ഓക്കെ, നിങ്ങൾ നോക്കുക ഡെഫിനിഷൻ. എ പോയിന്റ് സെഡ് നോട്ട് ഈസ് സെഡ് ടു ബി ആൻ ഇൻറ്റീരിയർ പോയിന്റ് ഓഫ് എ സെറ്റ് എസ് ഓഫ് ദി കോംപ്ലെക്സ് പ്ലെയിൻ ഇഫ് ദർ എക്സിസ്റ്റ് സം നെയ്ബർഹുഡ് ഓഫ് സെഡ് നോട്ട് ദാറ്റ് ലൈസ് എൻറ്റയർലി വിത്തിൻ എസ്. അതായത് സെഡ് നോട്ടിൻ്റെ ചുറ്റോറുള്ള പോയിൻറ്റ്സ് മൊത്തം എന്തിലുണ്ടായിരിക്കണം, ആ സെറ്റിലുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, സെഡ് നോട്ട് ഒരു ഇൻറ്റീരിയർ പോയിൻ്റ് ആണെന്ന് പറയും. ഇനി അടുത്തതൊരു ഓപ്പൺ സെറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. ഓപ്പൺ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവരി പോയിൻ്റ് സെഡ് ഓഫ് എ സെറ്റ്, അതായത് സെഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സർക്കിൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സർക്കിളിൻ്റെ ഉള്ളിൽ 1, 2, 3, 4, 5, 6, 7, 8, 9 അങ്ങനെ കുറേ പോയിൻ്റ് ഉണ്ട്. ഈ പോയിൻ്റ് മൊത്തം എന്തിലുണ്ടായിരിക്കണം, ഈ സെറ്റ് എസ്സിലുണ്ടായിരിക്കണം. ഈ പോയിൻ്റ് മൊത്തം, അതായത് 1ഉം 2ഉം 3, ഇപ്പോൾ നമ്മളിപ്പോൾ 1, 2, 3, 4, 5 അങ്ങനെ 5 പോയിൻ്റാണ് ഒരു സർക്കിളിൻ്റെ ഉള്ളിലുള്ളതെന്ന് വിചാരിക്കുക. ഈ സർക്കിളിൻ്റെ ഉള്ളിലുള്ള 5 പോയിൻറ്റും ഈ സെറ്റ് എസ്സിലുണ്ടായിരിക്കണം. പിന്നെന്താ വെച്ചാൽ കൺസെപ്റ്റ്, ഈ ഒന്നിൻ്റെ ചുറ്റിൽ കിടക്കണ 2ഉം 3ഉം എന്തിലുണ്ടായിരിക്കണം, സെഡിലുണ്ടായിരിക്കണം. എസ് എന്ന് പറഞ്ഞാൽ സെറ്റിലുണ്ടായിരിക്കണം. ഈ 2ന് ചുറ്റും കിടക്കണ 3ഉം 4ഉം എന്തിലുണ്ടായിരിക്കണം, എസ്സിലുണ്ടായിരിക്കണം. 3ന് ചുറ്റിലും കിടക്കണം 5ഉം 1ഉം എന്തിലുണ്ടായിരിക്കണം, എസ്സിലുണ്ടായിരിക്കണം. അങ്ങനെ ഓരോ പോയിൻറ്റിനും ചുറ്റോറും കിടക്കണം, അതായത് ഓരോ പോയിൻ്റ്, ഇപ്പോൾ 1ന് ചുറ്റിലും കിടക്കണം പോയിൻറ്റ്സ് എന്തിലുണ്ടായിരിക്കണം, എസ്സിലുണ്ടായിരിക്കണം. 2ന് നെയ്ബറായിട്ട് കിടക്കണ എല്ലാം എസ്സിലുണ്ടായിരിക്കണം. 3ന് നെയ്ബറായിട്ട് കിടക്കണ എല്ലാ എസ്സിലുണ്ടായിരിക്കണം. ഈ എല്ലാ പോയിൻറ്റും എന്തിലുണ്ടായിരിക്കണം, എസ്സിലുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, ആ ഒരു സെറ്റിനെ ഓപ്പൺ സെറ്റ് എന്ന് പറയും. ഓക്കെ, ഒരു സർക്കിൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ സർക്കിളിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഓൺ ദി സർക്കിൾ എല്ലാ പോയിൻറ്റും എന്തിലുണ്ടായിരിക്കണം, എസ്സിലുണ്ടാവും വേണം. ആ എടുക്കണ, അതായത് ആ എസ്സിലുള്ള പോയിൻ്റ് മൊത്തം എന്തായിരിക്കണം, ഇൻറ്റീരിയർ പോയിൻ്റ് ആവും വേണം. ഇൻറ്റീരിയർ പോയിൻ്റ് ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അതായത് ഒരു പോയിൻറ്റിന് ചുറ്റോറും കിടക്കുന്ന എല്ലാ പോയിൻറ്റും എന്തിലുണ്ടായിരിക്കണം, എസ്സിലുണ്ടായിരിക്കണം. അതാണ് ഓപ്പൺ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് 2-3 എക്സാമ്പിൾസ് നോക്കി നോക്കാം, അപ്പോൾ ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാൽ റിയൽ ഓഫ് സെറ്റ് ഗ്രേറ്റർ ദാൻ 1 ഡിഫൈൻസ് എ റൈറ്റ് ഹാഫ് പ്ലെയിൻ വിച്ച് ഈസ് ആൻ ഓപ്പൺ സെറ്റ്. റിയൽ ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, x + iy ആണെന്ന് അറിയാം.
അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്നാണ് പറയുന്നത്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരുന്നില്ല, ഗ്രേറ്റർ ദാൻ 1. ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ഒരു ആ 1ലൂടെ നമ്മളൊരു ലൈന് വരയ്ക്കാം. എക്സിലെ 1ലൂടെ നമ്മളൊരു ലൈന് വരയ്ക്കാം. ആ വരച്ചത് ഗ്രേറ്റർ ദാൻ 1. ആ എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ലൈന് വരില്ല, ബാക്കി എല്ലാ പോയിൻറ്സും വരും. അങ്ങനെ എല്ലാ പോയിൻറ്സും വരുമ്പോൾ നമ്മൾ ആ പോയിൻറ്സിലുള്ള ഏതൊരു വാല്യൂ എടുത്താലും നമുക്ക് എന്ത് പറയാം, അതൊരു ഓപ്പൺ സെറ്റ് അല്ലേ? കാരണം അത് എവിടെയും ആ ഒരു ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി വരെ പോകണമല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു പോയിൻ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഏതൊരു പോയിൻ്റ് എടുത്താലും അത് എന്തിലാന്ന് പറയാം, ഓപ്പണിലാണെന്ന് പറയാം. ഓക്കെ, അടുത്ത എക്സാമ്പിൾ, ഓൾ കോംപ്ലക്സ് നമ്പർ z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ഫോർ വിച്ച് എക്സ് ഗ്രേറ്റർ ദാൻ 1 ആർ ഇൻ ദിസ് സെറ്റ്. If we choose for example z not equal to 1.1 plus 2i, then a neighborhood of z not lying entirely in the set is defined by modulus of z minus 1.1 plus 2i is less than 0.05. ഈ എക്സാമ്പിളുടെ പിക്ചർ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവും കേട്ടോ. എക്സാമ്പിളുടെ പിക്ചർ നോക്കാം. അതായത് എക്സ് ലെസ് ദാൻ 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. എക്സ് ലെസ് ദാൻ 1 അല്ല, എക്സ് ഗ്രേറ്റർ ദാൻ 1. സോ എക്സ് ഈക്വൽ ടു 1 എന്താണ്, ഡോട്ടർ ലൈനാണ്. ഈ എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞതിൻ്റെ മേലുള്ള ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ അവിടുന്ന് അങ്ങോട്ട് നീല കളർ കൊടുത്തിട്ടില്ലേ, ആ നീല കളർ കൊടുത്ത പോയിന്റ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. പിന്നെ അതിലുള്ള നീല കളറുള്ള ഭാഗം മാത്രം നോക്കാം. പിന്നെ ഒരു പോയിന്റ് നമ്മൾ എന്തെടുത്തിട്ടുണ്ട്, മോഡുലസ് ഓഫ് സെഡ് മൈനസ്, അതായത് സെഡ് എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ എടുത്തിരിക്കുന്നത് ഈ 1ൻ്റെ തൊട്ടടുത്തായിട്ടാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ 1 ടച്ച് ചെയ്യണില്ല. ചിലപ്പോൾ 1.1 അല്ലെങ്കിൽ 1.01 അങ്ങനെ എന്തോ ആണ് എടുത്തിരിക്കുന്നത് ആ പോയിൻറ്റും. ആ പോയിൻറ്റും പിന്നെ മറ്റേത് എന്താണ് 1.1 പ്ലസ് 2i ആണ്. അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. പക്ഷെ എന്താ വ്യത്യാസം, ഇതിൽ ഈ നമ്മളൊരു അവ തമ്മിൽ ജോയിൻ ചെയ്ത ലൈനില്ലേ, ആ ലൈനിലൊന്നും നമ്മൾ എന്ത് ചെയ്യണില്ല, കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ ഈ നീല ഭാഗം മാത്രം, അതായത് നിങ്ങൾ ഡോട്ടഡ് ലൈൻ നോക്കണം കേട്ടോ, നീല ഭാഗം മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ നീല ഭാഗത്തിൽ നമ്മൾ ഏതൊരു പോയിന്റ് എടുത്താലും എന്തുണ്ട്, അതിന് ചുറ്റിലുള്ള ഏതൊരു പോയിന്റ് എടുത്താലും അതെന്താണ്, നെയ്ബർഹുഡാണ്. നെയ്ബർഹുഡും അല്ല, അതെന്താണ്, ഒരു ഓപ്പൺ സെറ്റാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ മനസ്സിലായി. ഇനി അടുത്തത് ഓപ്പൺ സെറ്റ് അല്ലാത്തത്. അപ്പോൾ നമ്മൾ പറഞ്ഞു എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അതെന്താ, ഒരു ഓപ്പൺ സെറ്റാണ്. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു 1ൻ്റെ മേലത്തെ ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യില്ല. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെന്ന് വിചാരിക്കുക. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഈ 1ൻ്റെ മേലത്തെ ഏത് പോയിന്റ് വേണമെങ്കിലും എടുക്കാൻ എസ് എന്ന് പറഞ്ഞാൽ എന്താ, 1ൻ്റെ മേൽ ഈ 1 എന്ന് പറഞ്ഞ ലൈനില്ലേ, ആ ലൈനിൻ്റെ മേലെ എല്ലാ പോയിന്റും നമ്മൾ എടുക്കുകയും ചെയ്യും. പിന്നെ അതിൻ്റെ ആ നീല കളറുള്ള ഭാഗത, ആ നീല കളറുള്ള ഭാഗത്തിലെ എല്ലാ പോയിന്റും നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതൊരു ഓപ്പൺ സെറ്റ് അല്ല. കാരണം എന്താ, നമ്മളിപ്പോൾ ഒരു പോയിന്റ്, എല്ലാ പോയിന്റും എന്തായിരിക്കണം, ഇൻറ്റീരിയർ പോയിൻറ്റും ആവണം, എസ്സിലുള്ളതും ആവണം എന്നാണ്. അപ്പോൾ നമ്മൾ ഈ എക്സ് ഈക്വൽ ടു 1 എന്നുള്ള ലൈനിൻ്റെ മേലിൽ നിന്ന് നമ്മളൊരു പോയിൻ്റ് എടുത്തു. ആ പോയിൻ്റ് എടുത്തിട്ട് അതിൻ്റെ നെയ്ബർഹുഡിൽ ജസ്റ്റ് ഒരു സർക്കിൾ വരച്ചിട്ട് അതിൻ്റെ അടുത്തുള്ള എല്ലാ പോയിൻറ്റ്സും ഈ എസ്സിലുണ്ടോ നോക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു സർക്കിൾ വരയ്ക്കുമ്പോൾ എസ്സിലുള്ള ഭാഗം നിങ്ങൾക്കറിയാം എന്താണ്, ആ നീല കളറിലുള്ളതാ കൊടുത്തിരിക്കുന്നു, ഇൻ എസ് എന്ന് പറഞ്ഞിട്ട് കാണാനില്ലേ, അതാണ് എസ്സിലുള്ള സെറ്റ് എസ്സിലുള്ള എലമെൻറ്റ്സ്. പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ എന്തുണ്ട്, വൈറ്റ് കളറിൽ കാണാനില്ലേ, അതും എന്താണ്, ഈ പോയിൻറ്റിൻ്റെ നെയ്ബർഹുഡാണ്. പക്ഷേ ആ പോയിൻ്റ് ഒന്നും എന്തിലില്ല, എസ്സിലില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം, സെറ്റ് എസ് എന്ന് പറയുന്നത് ഓപ്പൺ അല്ല എന്ന് പറയാം. ഓക്കെ, ഈ ഒരു പിക്ചറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്താണ് ഓപ്പൺ, എന്താണ് ക്ലോസ്ഡ് എന്ന് നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കണം. ഓക്കെ, ഇനി 2-3 എക്സാമ്പിളും കൂടി നോക്കാം. നമുക്ക് അടുത്ത് നോക്കി നോക്കാം. ഇമാജിനറി ഓഫ് സെറ്റ് ലെസ് ദാൻ 0 എന്നാണ് പറഞ്ഞത്. ഇമാജിനറി ഓഫ് സെറ്റ് ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ എന്താ, താഴെയുള്ള എല്ലാ ഭാഗവും, പക്ഷേ എന്തില്ല, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നില്ല. ഈ ഒരു ലൈന്, അതായത് ഈ ഒരു എക്സ് ആക്സിസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം, അതൊരു ഓപ്പൺ സെറ്റാണെന്ന് പറയാം. ഓക്കെ, ഇനി അടുത്തത് -1 ലെസ് ദാൻ റിയൽ ഓഫ് സെറ്റ് ലെസ് ദാൻ 1 എന്നാണ്. അതും എന്താണ്, ഒരു ഓപ്പൺ സെറ്റാണ്. കാരണം -1ഉം 1ഉം എന്ത് ചെയ്യുന്നില്ല, ഈ എസ് എന്ന് പറഞ്ഞ സെറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ ആ സെറ്റിൽ എസ് എന്ന് പറഞ്ഞ സെറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അതായത് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു റിയൽ ഓഫ് സെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇതൊരു ഓപ്പൺ ഡിസ്ക് അല്ല എന്ന് പറയാൻ പറ്റും. കാരണം എന്താ, -1 എന്നുള്ള ആ ഒരു ലൈനിൻ്റെ മേലെ നമ്മളൊരു പോയിന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ എസ്സിലെ സെറ്റിൽ, അതായത് എസ്സിലെ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ആ നടുവിലുള്ള നീല ലൈന് മാത്രമാണ്. ആ നീല ലൈനിന്മേ ഇല്ലാത്തത് നമുക്ക് അതായത് ആ ലൈനിൽ ആ എസ്സിൽ ഇല്ലാത്ത പോയിന്റ്സ് നമുക്ക് കണ്ടെത്താൻ പറ്റും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഓപ്പൺ അല്ല എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഓപ്പൺ ആണ്, കാരണം -1
ലെസ് ദാൻ റിയൽ ഓഫ് സെറ്റ് ലെസ് ദാൻ 1 എന്നാണ്. ഓക്കെ, അടുത്ത അതേപോലെ തന്നെ എക്സ്റ്റീരിയർ ഓഫ് യൂണിറ്റ് സർക്കിളിൻ്റെ എക്സ്റ്റീരിയർ പോർഷനാണ്. മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ അതായത് ഒരു യൂണിറ്റ് സർക്കിൾ വരച്ചിട്ട് അതിൻ്റെ പുറത്തുള്ള ഭാഗമാണ്, പക്ഷെ എന്തില്ല, ഉള്ളിലുള്ള ഭാഗവും ഇല്ല, ഓൺ ദി സർക്കിളും ഇല്ല. അപ്പോൾ അതിന് തന്നെ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം, അതൊരു ഓപ്പൺ സെറ്റാണ്. കാരണം ഓൺ ദി സർക്കിൾ, അതായത് സർക്കിളിൻ്റെ മേലത്തെ ഒരു പോയിൻ്റ്, അതായത് ആ സർക്കിളിൻ്റെ മേലുണ്ടെന്ന് വിചാരിക്കാം. മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് എന്ത് പറയാം, അതൊരു ഓപ്പൺ സെറ്റ് ആവില്ല എന്ന് പറയാം. പക്ഷേ ഇവിടെ എന്താണ്, മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 1 എന്നേ ഉള്ളൂ. അപ്പോൾ അതൊരു ഓപ്പൺ സെറ്റാണ്. അതേപോലെ തന്നെ അടുത്ത എക്സാമ്പിളും 1 ലെസ് ദാൻ മോഡ് സെറ്റ് ലെസ് ദാൻ 2. അതൊരു സർക്കുലർ റിംഗ് ആണ്. അതായത് 1 ഇൻക്ലൂഡ് ചെയ്യണില്ല, 2 ഇൻക്ലൂഡ് ചെയ്യണില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ നടുവിലുള്ള, അതായത് ആ 1ൻ്റെയും 2ൻ്റെയും നടുവിലുള്ള ഭാഗം മാത്രമേ വരുന്നുള്ളൂ. സോ നമുക്ക് എന്ത് പറയാം, ഇസ് എ ഓപ്പൺ സെറ്റ്. അപ്പോൾ ഈ എക്സാമ്പിൾസ് നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.